ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പത്രങ്ങൾ അതുപോലെ തന്നെ ദൃശ്യമാധ്യമ ചാനലുകൾ ഒക്കെ ഓരോ ദിവസവും വിവാദ വാർത്തയുടെ ഓരോ വിഭവങ്ങൾ മലയാളിക്ക് നൽകിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആവർത്തനങ്ങളിലൂടെയോ ആവർത്തന വിരസതകളിലൂടെയോ നമ്മുടെ ദിനരാത്രങ്ങളെ ചൂടുപിടിപ്പിച്ച് നിർത്തും, അഥവാ കത്തിച്ച് നിർത്തും ദൃശ്യമാധ്യമങ്ങൾ. ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന സംഭ്രമജനകം എന്നവർ വിശേഷിപ്പിച്ച വെളിപ്പെടുത്തലാണ് ഫേസ്ബുക്ക് വിവാദമായിരുന്നു ഇന്നലത്തെ വാർത്താ വിഭവം. ആ വാർത്താ വിഭവം ഇന്ന് പത്രത്താളുകളിലേക്ക് പൂർണ്ണമായും ചേക്കേറിയിരിക്കുന്നു. ആ വാർത്തകളാണ് ഇന്ന് പത്രലോകം അതിൻ്റെ ലീഡ് വാർത്തകളായി വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. മാതൃഭൂമി കാണുക, TP വധക്കേസ് പ്രതികൾക്ക് ജയിലിൽ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടും. താമസം ജയിലിലാണ്. ജയിൽ നാം സാധാരണഗതിയിൽ വിചാരിക്കുന്നത് മാതിരി ഒരുതരം ദരിദ്രമായ സാഹചര്യമുള്ള സ്ഥലം എന്ന ധാരണയൊക്കെ മാറ്റണം. താമസം ജയിലിലാണെങ്കിലും TP വധക്കേസിലെ പ്രതികളുടെ പ്രവർത്തന മണ്ഡലം സോഷ്യൽ നെറ്റ്വർക്ക് തന്നെയാണ്. ജയിലിനെ വിനോദ കേന്ദ്രമാക്കി TP വധക്കേസ് പ്രതികൾ കോഴിക്കോട് ജില്ലാ ജയിലിൽ വിലസുന്നതിൻ്റെ വാർത്തകൾ, വാർത്താ ചിത്രങ്ങൾ, അവരെടുത്ത ഫോട്ടോഗ്രാഫുകൾ, ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ചിത്രങ്ങൾ, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒക്കെ, അതിൻ്റെ പളപളപ്പുകൾ, മിന്നായങ്ങൾ ഒക്കെ കാണിക്കുന്ന 547 ചിത്രങ്ങൾ. ആ ചിത്രങ്ങളുടെ കഥയാണ് മാതൃഭൂമി ലീഡ് വാർത്തയിലൂടെ പറയുന്നത്. ജയിലിൽ നിന്ന് നേരെ ഫേസ്ബുക്കിലേക്കാണ് അവരെല്ലാം സഞ്ചരിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് രാഷ്ട്രീയ സന്ദേശം കൈമാറി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജയിൽ സന്ദർശിക്കും. ജയിലിലേക്ക് RMB പ്രതിഷേധ മാർച്ച് നടത്തി. ഇതൊക്കെയാണ് വാർത്തയുടെ മുഖ്യ അംശങ്ങളായി മാതൃഭൂമി തരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെയും അവരുടെ സജീവമായ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ ജയിലിലാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ചാനലുകളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടതോടെ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായി. അന്വേഷണത്തിന് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ഉത്തരവിട്ടു. ചൊവ്വാഴ്ച ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിൽ സന്ദർശിക്കും. ജയിൽ കാള കളിക്കാനുള്ള സ്ഥലമല്ലെന്നും നിയമലംഘനം പൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജൂൺ ജൂലൈ മുതൽ ആരംഭിച്ചതാണ് ഈ കാളകളി. നമുക്കറിയാം, ജയിലിലെ തടവുകാർക്ക് ചില മനുഷ്യാവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളോട് അനുഭാവം കൂടുതൽ കാണിക്കുന്നത് ഇടതുപക്ഷവുമാണ്. കഴിഞ്ഞ തവണ കോടിയേരി ബാലകൃഷ്ണൻ ജയിൽ മന്ത്രിയായിരിക്കുമ്പോൾ വീടുകളിലേക്ക് ഫോൺ ചെയ്യാനുള്ള, അനുവാദത്തോടെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം പോലും ജയിലുകളിൽ ഏർപ്പെടുത്തപ്പെടുകയുണ്ടായി. എങ്കിലും ജയിലുകളിൽ സെൽഫോൺ തടവുകാർക്ക് എന്ന് പറയുന്നത് ഒരു നിയമലംഘനം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ജയിലുകളും പോലീസ് സ്റ്റേഷനുമൊക്കെ പരിശോധിക്കുക. ജയിലുകളിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ പണമുണ്ടെങ്കിൽ ഏത് തരം നിയമവിരോധവും ക്ഷിപ്രസാധ്യം നടക്കും എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. പണമുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലാ ജയിലിലല്ല, ഏത് ജയിലിലും, സെൻട്രൽ ജയിലിൽ പോലും എന്തും ലഭിക്കും. മദ്യം, മയക്കുമരുന്ന്, അതൊക്കെ ജയിലുകളിൽ ലഭിക്കുന്നതിൻ്റെ വാർത്തകൾ. പണമുണ്ടെങ്കിൽ വാർഡർമാർ തന്നെ നിയോഗികളായി മാറി, സേവകരായി മാറി ഇതൊക്കെ തടവുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്ത ധാരാളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ജയിലുമായി അടുത്ത് പരിചയമുള്ളവർക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ടും തീർന്നില്ല. കേസിന് പോലീസുകാർ, പ്രത്യേകിച്ച് ആർമി ക്യാമ്പുകളിൽ നിന്ന് പോലീസുകാർ, ആ പോലീസുകാർ പോകുമ്പോൾ, തടവുകാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് യഥേഷ്ടം ആശുപത്രിയിൽ വെച്ചോ അഥവാ യാത്രാ മധ്യേ തന്നെയോ ഹോട്ടൽ മുറികളിൽ വെച്ച് അവരുടെ ഭാര്യമാരെ സന്ദർശിക്കാനുള്ള സൗകര്യം പോലും പോലീസുകാർ ഒരുക്കി കൊടുത്തിരിക്കുന്ന അനുഭവം നമുക്ക് ഹിമാലയ ചിട്ടി ഫണ്ടിലെ ആരോപിതരായ ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ കണ്ടതാണ്. മണിച്ചനെ കൊണ്ടുപോയപ്പോൾ കണ്ടതാണ്. ഇതെല്ലാം നടക്കുന്ന സ്ഥലമാണിവിടെ. പണത്തിനുമേൽ ജയിലിൽ ഒരു പരുന്തും പറക്കില്ല. ഇതുവരെയുള്ള അനുഭവത്തിൽ പറക്കുന്ന ഒരു പരുന്തിനെയും ഒരു ജയിലിലും നാം കണ്ടിട്ടുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ അത്ഭുതങ്ങൾക്ക് അവകാശമില്ല. എങ്കിലും ഒരു രാഷ്ട്രീയ നിറം കലർന്ന ഒരു കൊലപാതക കേസിലെ പ്രതികൾ, വെറും ഗുണ്ടകൾ, അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കുന്നത് അത്ഭുതകരമായിരിക്കുന്നു.
ആ വാർത്തയാണ് സചിത്രമായി എല്ലാ ചിത്രങ്ങളും, പരമാവധി ചിത്രങ്ങൾ എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. 547 ചിത്രങ്ങളാണ് ഈ പ്രതികളുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും കണക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ മെയ്യിൽ ഈ പ്രതികളൊക്കെ ഒളിവിൽ പോയിരുന്നു പിടിക്കപ്പെടുമെന്ന പേടിയോടെ. ജൂണിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ തുടങ്ങി ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിങ്സും ഡൗൺലോഡിങ്ങും ഒക്കെ കൃത്യമായി അപ്ലോഡിങ്ങൊക്കെ കൃത്യമായി എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നു മുതൽ ജയിലിനുള്ളിൽ നിന്ന് ഫേസ്ബുക്കുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നു പ്രതികൾ എന്ന് വേണം അനുമാനിക്കാൻ. ഈ പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ മാതൃഭൂമി മറ്റൊരു വാർത്ത തരുന്നത് അതും TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധിപ്പിച്ച വാർത്ത തന്നെയാണ്. സമയപരിധി കഴിഞ്ഞു, പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീലില്ല. വലിയ കൊട്ടിഘോഷങ്ങളോടും ആഘോഷങ്ങളോടുമൊക്കെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആഭിമുഖ്യത്തിൽ അന്വേഷിച്ചത് എന്ന് നമുക്കറിയാം. ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു പ്രതികളെ. എന്നിട്ടും പിടിക്കപ്പെട്ട പ്രതികളിൽ 20 പേർ പ്രാഥമികമായി പോലും കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലയ്ക്ക് കോടതി പ്രാഥമിക വിചാരണയിൽ തന്നെ കുറ്റക്കാരില്ല എന്ന് കണ്ടെത്തി വിട്ടയക്കുകയുണ്ടായി. 20 പേരെയാണ് വിട്ടയച്ചത്. ആ വിട്ടയച്ച നിലപാടിനെതിരെ അപ്പീൽ പോലും പോകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നമ്മെ തേടിയെത്തുന്നത് ഇപ്രകാരം. TP വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉൾപ്പെടെ 20 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ തൽക്കാലം അപ്പീൽ പോകില്ല. അപ്പീൽ പോകാനുള്ള സമയപരിധി തീർന്നിട്ടും ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ ഒരു നീക്കവും തുടങ്ങിയില്ല എന്ന നിലയ്ക്ക് സർക്കാരിനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെയും ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതൃഭൂമി ഇതിന് തൊട്ടു താഴെ പറയുന്നത് കാണുക. മുഖ്യവിധി വരാനിരിക്കെ വിചാരണ ഏകദേശം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ആ നിലയ്ക്ക് മുഖ്യവിധി വരാനിരിക്കെ വിചാരണ കോടതിയുടെ ഇടക്കാല വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് ഗുണകരമാകില്ല എന്നാണ് നിയമോപദേശം. അപ്പീൽ പോയാൽ ഇപ്പോൾ നടക്കുന്ന വിചാരണ നിർത്തിവെക്കേണ്ടി വരും എന്നു മാത്രമല്ല, അപ്പീൽ പോയി കഴിഞ്ഞാൽ വിചാരണ നിർത്തിവെച്ച് കഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടിയും വരും. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇതാണ് യഥാർത്ഥ കാരണങ്ങൾ എന്ന നിലയ്ക്കുള്ളൊരു വിശദീകരണം കൂടി ഏതായാലും മാതൃഭൂമി അതിൻ്റെ 1-ാം പേജിലെ മറ്റൊരു വാർത്തയിലൂടെ നമുക്ക് തരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി ഇന്ന് 9 മണിക്ക് കോഴിക്കോട് എത്തും. ഇന്ന് കോഴിക്കോട് എത്തിയിട്ട് എന്ത് കാര്യമെന്നൊന്നും ചോദിക്കരുത്. അദ്ദേഹം കോഴിക്കോട് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജയിൽ സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നതതല യോഗം 9 മണിക്ക് കോഴിക്കോട് ചേരും എന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. അതാണ് അതേ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത.